കേരളം കണ്ട ഒരു ഐതിഹാസികമായ സമരമാണ് ഇന്നലെയും ഇന്നും ഈ ലോക്ഭവന്റെ മുന്നിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. ഇത് കേവലം പാർട്ടിയുടെ സമരമല്ല, തൊഴിലാളികൾ ഏറ്റെടുത്ത സമരമായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന 40 ദിവസക്കാലം നീണ്ടുനിൽക്കുന്ന സമര പരമ്പരകൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒന്നാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സമരം. മോഡി സർക്കാർ ഇത് പിൻവലിക്കുന്നതുവരെ, ഈ പുതിയ മൻരേഗ തകർത്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ബില്ല് പിൻവലിച്ച് പഴയ ബില്ല് പുനഃസ്ഥാപിക്കുന്നവരെയുള്ള പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകും. എല്ലാ കക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും സഹായത്തോടുള്ള പോരാട്ടം തുടരും. 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും മൻരേഗ പുനഃസ്ഥാപിക്കുന്നതിന്, ബിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്.